ഹലോ, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ജർമ്മനിയിൽ വളരെ സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യം, എന്നാൽ നമ്മിൽ പലരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഇന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റിയിൽ ഒരു ബോംബ് കണ്ടെത്തുകയുണ്ടായി. ഇങ്ങനെ ബോംബ് കണ്ടെത്തുന്നത് ഇവിടെ യാദൃശ്ചികമായ ഒരു കാര്യമല്ല. അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1945 സഖ്യകക്ഷികളായ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയുടെ പല ഭാഗങ്ങളിലായി യുദ്ധത്തിൻ്റെ ഭാഗമായി യുദ്ധവിമാനങ്ങളിൽ നിന്ന് ധാരാളം ബോംബ് വർഷിക്കുകയുണ്ടായി. 200,000 മുതൽ 300,000 ടൺ വരെ ബോംബുകളാണ് അന്ന് ജർമ്മനിയിൽ പല ഭാഗങ്ങളിലായി യുദ്ധവിമാനങ്ങളിൽ നിന്ന് വർഷിക്കപ്പെട്ടത്. അന്ന് 500,000 ആളുകളാണ് മരണപ്പെട്ടത്. എന്നാൽ 79 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഓരോ വർഷവും ശരാശരി 5,000 ബോംബുകളാണ് ജർമ്മനിയുടെ പല ഭാഗങ്ങളിലായി കണ്ടെത്തുന്നത്. പലപ്പോഴും യാദൃശ്ചികമായി കൃഷിസ്ഥലങ്ങളിലോ റോഡ് പണിയുടെ ഇടയിലോ വീട് പണിയുടെ ഇടയിലോ ആണ് ഇത്തരം ബോംബുകൾ സാധാരണ കാണാറ്. ഉടനെ തന്നെ അധികാരികളെ വിവരം അറിയിക്കുകയും ആ സ്ഥലത്തുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് ബോംബ് കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് അവർ ആ ബോംബ് പൊട്ടിച്ച് വളരെ ശ്രദ്ധാപൂർവം സുരക്ഷിതമായി അത് ഡിസ്പോസ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമാണ് അവിടെ താമസിക്കുന്ന ആളുകൾ വീണ്ടും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ജർമ്മൻ വാക്കുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത്തരം ബോംബുകൾ വർഷിക്കുന്ന യുദ്ധവിമാനങ്ങളെ പറയുന്നതാണ് ബോംബൻ ഫ്ലീഗർ. ഇത്തരം ബോംബുകളെ പറയുന്നതാണ് ഫ്ലീഗർ ബോംബൻ. സ്ഫോടക സാധ്യതയുള്ളതും എന്നാൽ പൊട്ടാതെ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഇത്തരം ബോംബുകളെ പറയുന്നതാണ് ബ്ലിൻഡ് ഗേങ്ങർ. ഈ ബോംബിനെ നിർവീര്യമാക്കുന്നതിന് പറയുന്നതാണ് എൻഡ് ഷെർഫൻ. ബോംബ് കൈകാര്യം ചെയ്യാൻ സുരക്ഷിതമായി ഡിസ്പോസ് ചെയ്യാനായുള്ള വിദഗ്ധരായി ആളുകളെ പറയുന്ന പേരാണ് കാംഫ് മിറ്റൽ ബെസൈറ്റിഗർ. താങ്ക് യു.